ചുറ്റും നടക്കുന്ന അനീതികൾ തുറന്നു കാട്ടാൻ ചില നിയമത്തിന്റെ പേരിൽ സാധാരണക്കാരെ വഞ്ചിക്കുന്ന ആസൂത്രിത നീക്കത്തിനെതിരെ ഉറച്ച ശബ്ദമാകാൻ ദേശവിരുദ്ധർക്കെതിരെയുള്ള മുന്നറിയിപ്പാകാൻ ജനസമക്ഷം കാക്കി. ആലപ്പുഴയിൽ ഭീതി പരത്തി വീണ്ടും കുറുവ കവർച്ചാ സംഘമെത്തി. കോമളപുരത്തെ 2 വീടുകളിൽ കവർച്ചയും 2 വീടുകളിൽ മോഷണ ശ്രമവും നടന്നു. മോഷ്ടാക്കൾ എത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. മണ്ണഞ്ചേരി പഞ്ചായത്ത് 12-ാം വാർഡ് കോമളപുരം മാളിയേക്കൽ കുഞ്ഞുമോന്റെ വീട്ടിൽ പുലർച്ചെ എത്തിയ കവർച്ചാ സംഘത്തിന്റെ ദൃശ്യങ്ങളാണിത്. വാതിൽ പൊളിച്ച് അകത്ത് കയറിയ മോഷ്ടാക്കൾ കുഞ്ഞുമോന്റെ ഭാര്യ ഇന്ദുവിന്റെ മാല വലിച്ചു പൊട്ടിച്ചു. വീട്ടുകാർ ഉണർന്നതോടെ മോഷ്ടാവ് പൊളിച്ച വാതിലിലൂടെ തിരികെ ഇറങ്ങി ഓടി. വീടിന് പിന്നിലൂടെ ഓടിയ മോഷ്ടാവ് അയൽപക്കത്തെ ഗേറ്റ് ചാടിക്കടന്ന് ഇരുളിൽ മറഞ്ഞു. മോഷ്ടാവിന്റെ കാൽപ്പാടുകൾ ഇവിടെ പതിഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത 2 വീടുകളിലും സമാന രീതിയിൽ മോഷണ ശ്രമം നടന്നു. നാട്ടുകാർ തെരച്ചിൽ നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. ഇവിടെ എന്തോ കഴുത്തിൻ്റെ ഇവിടെ എന്തോ ഒരു ടിക്കുന്നൊരു ശബ്ദം, അത് മാത്രമേ അറിയത്തുള്ളൂ. അത് സ്വപ്നത്തിലാണെന്നാണ് എൻ്റെ മനസ്സിൽ. പെട്ടെന്ന് എൻ്റെ മാല വലിയുന്ന കണ്ടപ്പോഴാണ് എനിക്ക് ഇതുണ്ടായത്. അന്നേരം പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേക്കുമായിരുന്നു. എഴുന്നേറ്റിട്ട് എനിക്ക് ഒച്ച വരുന്നില്ല വെളിയിലേക്ക്. 2 ആഴ്ച മുമ്പും മണ്ണഞ്ചേരിയിലും സമീപ പ്രദേശങ്ങളിലും കുറുവാ സംഘം എത്തിയിരുന്നു. അർദ്ധനഗ്നരായി ശരീരത്തിൽ എണ്ണ തേച്ച് മാരകായുധങ്ങളുമായി എത്തിയ സംഘത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇന്ന് പുലർച്ചെ എത്തിയതും അതേ സംഘമാണെന്ന സംശയം പോലീസിനുണ്ട്. അന്വേഷണത്തിലൂടെ ഇവരെ കണ്ടെത്തിയെന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള പോകുമ്പോഴേ. അതോടൊപ്പം തന്നെ വീടുകളുടെ സുരക്ഷിതത്തെ സംബന്ധിച്ച് ഒരു ബോധവൽക്കരണം ജനങ്ങൾക്ക് നൽകേണ്ടതായിട്ടുണ്ട്. ആ ടീം തന്നെയാണോ ഇവരെന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇത് പ്രത്യക്ഷത്തിൽ അത് തന്നെയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. മണ്ണഞ്ചേരി പഞ്ചായത്തിലെ 11, 12 വാർഡുകളിലും കോമളപുരം ടാറ്റാവെളിക്ക് സമീപമുള്ള വീടുകളിലും മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംശയാസ്പദമായ രീതിയിൽ ആരെങ്കിലും കണ്ടാൽ വിവരം അറിയിക്കണമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പോലീസ് അറിയിച്ചു. ആലപ്പുഴ. ഗുണ്ടാ നേതാവ് ഓംപ്രകാശ് പ്രതിയായ ലഹരി കേസിൽ കൊക്കൈൻ സാന്നിധ്യം സ്ഥിരീകരിച്ച് ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട്. ഓംപ്രകാശ് താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ കൊക്കൈന്റെ സാന്നിധ്യം കണ്ടെത്തി. ഇതോടെ നടന്നത് ലഹരി പാർട്ടി തന്നെയെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പോലീസ്. കേസിൽ കൂടുതൽ പേരെ പ്രതിയേർക്കാനും സാധ്യതയുണ്ട്. ലഹരി പാർട്ടി നടന്ന മുറിയിലേക്ക് താരങ്ങളായ ശ്രീനാഥ് വാസിയും പ്രയാഗ മാർട്ടിനും എത്തിയിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇരുവരുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തിയ അന്വേഷണ സംഘം ലഹരി ഇടപാടുകളിൽ സിനിമാ താരങ്ങൾക്ക് പങ്കില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. ഫോറൻസിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ NDPS ആക്ട് പ്രകാരമുള്ള നടപടികൾ തുടങ്ങും. നിലവിൽ ലഹരി ഇടപാടുകൾ കണ്ടെത്താൻ കഴിയാത്തതിനാൽ നിലവിൽ ഈ വകുപ്പ് ചുമത്തിയിരുന്നില്ല. ഓംപ്രകാശും സുഹൃത്തും അളവിൽ കൂടുതൽ മദ്യം സൂക്ഷിച്ചെന്ന വകുപ്പിൽ മാത്രമായിരുന്നു കേസ്. ഓംപ്രകാശ് തങ്ങിയ നക്ഷത്ര ഹോട്ടൽ മുറിയിൽ കൊക്കൈൻ പൊടിയെന്ന് സംശയിക്കുന്ന പൊടി കണ്ടെത്തി ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു. ഒക്ടോബർ 6-നായിരുന്നു ഓംപ്രകാശ് ഹോട്ടലിൽ മുറിയെടുത്തത്. ലഹരി പാർട്ടി നടക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് ഹോട്ടലിൽ നടത്തിയ പരിശോധനയിലായിരുന്നു ഓംപ്രകാശ് പിടിയിലായത്. ഒക്ടോബർ 7-ന് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. കൊലപാതക ശ്രമം, തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് ഓംപ്രകാശ്. ചില സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലും ഓംപ്രകാശ് നിരവധി തവണ വന്നുപോയിരുന്നു. കൊച്ചിയിൽ നടന്ന DJ ഷോയ്ക്ക് ലഹരി വസ്തുക്കൾ വിൽക്കാൻ ലക്ഷ്യമിട്ടാണ് ഓംപ്രകാശ് എത്തിയതെന്നായിരുന്നു പോലീസിന് ലഭിച്ച വിവരം. ഓംപ്രകാശിനും ഷിഹാസിനും പുറമെ ബിനു ജോസഫ് എന്നയാളും കേസിൽ അറസ്റ്റിലായിരുന്നു. ശ്രീനാഥ് ബാസിയെയും പ്രയാഗ മാർട്ടിനെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തെങ്കിലും ലഹരി ഇടപാടുകളിൽ പങ്കില്ലെന്നും ഓംപ്രകാശിനെ അറിയില്ലെന്നും മൊഴി നൽകിയിരുന്നു. ഇവരുടെ പങ്ക് സംശയിക്കാവുന്ന തെളിവുകൾ പോലീസിനും ലഭിച്ചിരുന്നില്ല. ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം ഊർജിതമാക്കി. ജനം, കൊച്ചി.
18 വർഷം മുൻപ് ഗോവയിൽ കൊല്ലപ്പെട്ട 13 വയസ്സുകാരി സഫിയയുടെ ശേഷിപ്പുകൾ അയ്യങ്കേരി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് പള്ളി അങ്കണത്തിൽ കബറടക്കി. 13-ാം വയസ്സിലാണ് കുടക് അയ്യങ്കേരി സ്വദേശിയായ സഫിയയുടെ മൃതദേഹം കഷണങ്ങളാക്കി കുഴിച്ചിട്ടത്. കേസിലെ പ്രതി ഹംസയ്ക്ക് വധശിക്ഷ ലഭിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. പതിനെട്ട് വർഷം മുൻപ് കൊല്ലപ്പെട്ട മകൾ സഫിയയുടെ തലയൊട്ടി ഏറ്റുവാങ്ങാനാണ് ഈ മാതാപിതാക്കൾ കാസർഗോഡ് ജില്ലാ കോടതി വളപ്പിലെത്തിയത്. വിങ്ങിപ്പൊട്ടിയാണ് അവരത് ഏറ്റുവാങ്ങിയത്. കണ്ടുനിന്നവരുടെയും കണ്ണു കലങ്ങുന്ന നിമിഷങ്ങളാണ് പിന്നീട് കോടതി അങ്കണത്തിൽ ഉണ്ടായത്. മകളുടേതായ മറ്റൊരു അവശേഷിപ്പുകളും ഈ ഭൂമിയിലില്ല. മകളെ വീട്ടുജോലിക്കയച്ച ആ കെട്ട നിമിഷങ്ങളെ കുറിച്ചോർത്തായിരുന്നു ഈ 18 വർഷവും മാതാപിതാക്കൾ തള്ളി നീക്കിയത്. 18 കൊല്ലവും ഞാൻ നിങ്ങളെ പറയും, നിങ്ങളെപ്പോ പറയും, നിങ്ങളെ മാത്രം പറയും. എന്ത് ചെയ്യാൻ? അവർക്ക് വലിയ ശിക്ഷ ആയാൽ മതി. പിന്നെ ഞങ്ങൾ മുമ്പോട്ട് വലിയ ശിക്ഷ ആവാൻ വേണ്ടി ഞങ്ങൾ ഇതാക്കും. അന്ന് സഫിയയ്ക്ക് 13 വയസ്സായിരുന്നു. കളിച്ചു നടക്കുന്ന പ്രായം. വീട്ടിലെ കഷ്ടപ്പാട് കാരണമാണ് മാതാപിതാക്കൾ കാസർഗോഡ് മുളിയാർ സ്വദേശി KC ഹംസയ്ക്കും ഭാര്യയ്ക്കുമൊപ്പം വീട്ടുജോലിക്കായി മകളെ ഗോവയിലേക്ക് അയച്ചത്. സന്തോഷത്തോടെയാണ് സഫിയ വീടിന്റെ പടിയിറങ്ങിയത്. എന്നാൽ അവിടെ സഫിയെ കാത്തിരുന്നത് കൊടിയ പീഡനത്തിന്റെ നാളുകളായിരുന്നു. എല്ലാം അടക്കിപ്പിടിച്ച് വേദന തിന്നാണ് ആ 13 വയസ്സുകാരി അവിടെ മാസങ്ങൾ കഴിച്ചുകൂട്ടിയത്. പാചകം ചെയ്തുകൊണ്ടിരിക്കെയാണ് സഫിയയ്ക്ക് അടുക്കളയിൽ നിന്ന് ഗുരുതരമായി പൊള്ളലേൽക്കുന്നത്. പൊള്ളലേറ്റ് നിലത്ത് വീണ സഫിയയ്ക്ക് പ്രാഥമിക ചികിത്സ നൽകാനോ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ വീട്ടുകാരായ KC ഹംസയും ഭാര്യയും തയ്യാറായില്ല. പകരം സഫിയെ വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി മറവ് ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നീട് നിർമ്മാണത്തിലിരിക്കുന്ന അണക്കെട്ടിന് സമീപത്ത് നിന്ന് 2008 ജൂൺ 5-ന് സഫിയയുടെ അസ്ഥികൂടം അന്വേഷണ സംഘം പുറത്തെടുത്തത്. ബാലപീഡന കേസ് ഭയന്ന് കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രതികളുടെ കുറ്റസമ്മത മൊഴി. 2015-ലാണ് അപൂർവങ്ങളിൽ അപൂർവമായ കൊലപാതകമെന്ന് വിലയിരുത്തി കോടതി ഹംസയെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. തുടർന്ന് 2019-ൽ ഹംസയുടെ വധശിക്ഷ ഹൈക്കോടതി ജീവപര്യന്തമാക്കുകയായിരുന്നു. മകളെ മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ പ്രകാരം അടക്കം ചെയ്യാൻ സാധിച്ചല്ലോ എന്നൊരാശ്വാസം മാത്രമാണിപ്പോൾ ഈ മാതാപിതാക്കൾക്കുള്ളത്. ജനം, കോഴിക്കോട്. പത്തനംതിട്ട തിരുവല്ലയിൽ മാരക ലഹരിമരുന്നായ MDMAയുമായി യുവാവ് പിടിയിൽ. അടൂർ സ്വദേശി ഫൈസൽ മുഹമ്മദാണ് ഡാൻസ് ഓഫ് സംഘത്തിന്റെയും തിരുവല്ല പോലീസിന്റെയും സംയുക്ത പരിശോധനയിൽ അറസ്റ്റിലായത്. ഇയാളിൽ നിന്നും 11 ഗ്രാം MDMA പിടിച്ചെടുത്തു. പത്തനംതിട്ട ഇലവന്തിട്ടയിൽ ബൈക്കിൽ കഞ്ചാവ് കടത്തിയ പ്രതി അറസ്റ്റിൽ. ചെന്നീർക്കര സ്വദേശി അഭിജിത്താണ് അറസ്റ്റിലായത്. 1.5 കിലോയിലധികം കഞ്ചാവ് ഇയാളിൽ നിന്ന് പിടികൂടി. കണ്ണൂർ വളപട്ടണത്തെ പ്രവാസിയെ ആക്രമിച്ച് കാറും പണവും തട്ടിയെടുത്ത 4-അംഗ സംഘം അറസ്റ്റിൽ. ഇരിക്കൂർ ചേടിച്ചേരി സ്വദേശി KP ഹംസയെ ആക്രമിച്ച് കവർച്ച നടത്തിയ 4-അംഗ സംഘത്തെയാണ് വളപട്ടണം പോലീസ് പിടികൂടിയത്. ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. കണ്ണൂർ ചിറക്കലിൽ വിൽപ്പനയ്ക്ക് സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് പ്രവാസിയായ ഹംസയെ പ്രതികൾ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. തുടർന്ന് ഇവർ ഹംസയെ ആക്രമിച്ച് കവർച്ച നടത്തി. കാറ് 2,66,000 രൂപ, 1,65,000 രൂപ വില വരുന്ന വാച്ച് എന്നിവയാണ് കവർന്നത്. സംഭവത്തിൽ കോട്ടക്കുന്ന് സ്വദേശി PT റഹീം,
ഓണപ്പറമ്പ് സ്വദേശി സൂരജ് മണ്ഡൽ, കാഞ്ഞിരത്തറ സ്വദേശി NB റാഫിക്, മന്ന സ്വദേശി പി അജ്നാസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കവർച്ച ചെയ്ത 2,66,000 രൂപയിൽ 1 ലക്ഷം രൂപയും പ്രതികളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു. വളപട്ടണം ഇൻസ്പെക്ടർ TP സുമേഷ്, SI മാരായ TM വിപിൻ, T ഉണ്ണികൃഷ്ണൻ, ASI ഷമീം, CPOമാരായ കിരൺ, രമിത്, ജിജേഷ്, രൂപേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ജനം, കണ്ണൂർ. LDF ഭരിക്കുന്ന പത്തനംതിട്ട കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ നിന്നും പണം തിരികെ ലഭിക്കുന്നില്ലെന്ന് നിക്ഷേപകരുടെ പരാതി. നിക്ഷേപ തുക തിരികെ ആവശ്യപ്പെട്ട് പ്രതിഷേധത്തിലാണിവർ. പണം തിരികെ ലഭിക്കാതായതോടെ നിക്ഷേപകർ കോടതിയെയും സമീപിച്ചിരുന്നു. നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കാൻ ബാങ്ക് കയറിയിറങ്ങി നടന്ന മടുത്തെന്നാണ് നിക്ഷേപകരുടെ പരാതി. വൻ തുക നിക്ഷേപമുള്ളവരാണിവർ. 11 ലക്ഷം രൂപയാണ് തിരികെ ലഭിക്കാനുള്ളതെന്ന് പയ്യനമൺ സ്വദേശി ആനന്ദൻ പറയുന്നു. കുടുംബമായി എത്തി ബാങ്കിന് മുന്നിൽ കുത്തിയിരുന്നാണ് ആനന്ദൻ പ്രതിഷേധിച്ചത്. ഇദ്ദേഹം ഉൾപ്പെടെയുള്ളവർ പണം തിരികെ ആവശ്യപ്പെട്ട് കോടതിയെയും സമീപിച്ചിരുന്നു. മുൻഗണനയനുസരിച്ച് നിക്ഷേപകർക്ക് പണം തിരികെ നൽകാനാണ് കോടതി ഉത്തരവിട്ടത്. പക്ഷേ ഉത്തരവ് ഇതുവരെയും നടപ്പായില്ല. ഈ കഴിഞ്ഞ 8-ാം തീയതി വീണ്ടും വന്നു. അവര് പറയുന്നത് 50,000 രൂപ നോക്കട്ടെ, 11 ലക്ഷത്തിന് 50,000 രൂപ നോക്കട്ടെ, എനിക്ക് മൊത്തം പൈസയും വേണം, ഇല്ലെങ്കിൽ എന്റെ പിള്ളേരുടെ കാര്യം അതോ മതിയാ. ഞാനൊരു ഹൃദയരോഗിയാണ്. ഞാനിതെല്ലാം അവരോട് പറഞ്ഞു. ഗുളിക വാങ്ങിക്കുന്ന ലിസ്റ്റും കൊണ്ടുവന്നു. അപ്പം പറഞ്ഞു ഇവിടെ ഉള്ളത് തരാമെന്ന്. ഇവിടെ ഗ്യാസിന്റെ ഗുളികയേ ഉള്ളൂ, എനിക്ക് ഹാർട്ടിന്റെ അസുഖം. ആ ഗുളികയൊന്നും ഇവിടെ ഇല്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യും? ഞാൻ കൂലിപ്പണി ചെയ്ത് നടക്കുന്നവനാണ്. അങ്ങനെ കൊണ്ട് നിട്ടതാ. വയ്യാതെ വരുമ്പോൾ ഗുളിക വാങ്ങിക്കാമെന്നും പറഞ്ഞു. അന്നേരം ഒന്നും ഇവര് പൈസ തരുന്നില്ല. തരാൻ ഇങ്ങനെ പറയുക. എന്റെ വീട്ടുകാരന് സുഖം ഇല്ലാത്തത്, അതിന് വായിക്കാത്തൊരു ക്യാൻസർ വന്നത്, എനിക്ക് ഒരു തളർച്ച വന്ന ഒരു രോഗിയാണ് ഞാൻ. വീട്ടുകളിൽ പോയി പാത്രങ്ങൾ തേച്ച് ഉണ്ടാക്കി, ബാത്റൂമും കഴുകി ഉണ്ടാക്കി പൈസ ഈ കിടക്കുന്ന പൈസ അതെ ഞങ്ങൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടിട്ടതാണ്. എനിക്ക് ആ പൈസ കിട്ടിയേ പറ്റത്തുള്ളൂ. ഇവരെ കൈ കിടന്നാലെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു ആശുപത്രി കയറാൻ പറ്റുമോ? ഞാനിപ്പോ ഇവിടെ ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു ബുധനാഴ്ച വാ എന്നൊക്കെയാ പറഞ്ഞു. ഒരേ ദിവസം ഒരേ ഡേറ്റും ദിവസവും പറഞ്ഞിങ്ങനെ അങ്ങ് വിട്ടാൽ മാത്രം മതി. നമ്മള് കൂലിപ്പണി ചെയ്ത് കൊടുത്ത പൈസയും അത് കിട്ടണ്ടായി. പണം തിരികെ നൽകില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്നും ഘട്ടം ഘട്ടമായി നൽകുമെന്നാണ് ബാങ്ക് അധികൃതരുടെ വാദം. പണം തിരികെ നൽകാൻ നടപടിയുണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് നിക്ഷേപകരുടെ തീരുമാനം. ജനം, പത്തനംതിട്ട. പൊട്ടിയിട്ടുവൻ ലഹരി മരുന്ന് വേട്ട. തെങ്ങണിയിൽ ഹെറോയിനും കഞ്ചാവും പിടികൂടി. ഇതര സംസ്ഥാന തൊഴിലാളി എക്സൈസ് പിടിയിലായി. ചങ്ങനാശ്ശേരിക്ക് സമീപം തെങ്ങണയിൽ തൊഴിലാളിയെന്ന് ധരിപ്പിച്ച് വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ച് ലഹരി കച്ചവടം നടത്തുകയായിരുന്നു പശ്ചിമ ബംഗാൾ മാൾഡ ജില്ല സ്വദേശി കുത്തുബ്ഗഞ്ച് മുബാറക് അലി. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് നടത്തിയ നീക്കത്തിൽ മെഡിക്കൽ മിഷൻ ആശുപത്രിക്ക് സമീപം റോഡരികിൽ വെച്ചാണ് ബ്രൗൺ ഷുഗർ എന്നറിയപ്പെടുന്ന മാരക ലഹരി മരുന്നായ ഹെറോയിനും കഞ്ചാവുമായി ഇയാൾ പിടിയിലായത്. 52 ഗ്രാം ഹെറോയിനും 20 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. 35,000 രൂപയും ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. പശ്ചിമ ബംഗാളിൽ നിന്നാണ് മുബാറക് അലി ലഹരി വസ്തുക്കൾ എത്തിച്ചത്. ചെറുപൊതികളിലാക്കിയാണ് ആവശ്യക്കാർക്ക് നൽകി വരുന്നത്. ഒരു പൊതിക്ക് 500 രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തിയിരുന്നതെന്നും എക്സൈസ് അധികൃതർ പറഞ്ഞു. പ്രതിയെ ചങ്ങനാശ്ശേരി കോടതിയിൽ ഹാജരാക്കി. ജനം, കോട്ടയം. കക്കിലേക്ക് ആലപ്പുഴ കായംകുളത്ത് ബിരിയാണി ചലഞ്ച് നടത്തി തട്ടിപ്പ് നടത്തി പണം തട്ടിയ 3 CPM പ്രവർത്തകർക്കെതിരെ കേസ്. വയനാട് ദുരിതബാധിതർക്ക് സഹായം എന്ന പേരിലായിരുന്നു തട്ടിപ്പ്. കാപ്പ കേസ് പ്രതിയായ മുൻ ലോക്കൽ കമ്മിറ്റി അംഗമാണ് പ്രതികളിൽ ഒരാൾ. മുഖ്യമന്ത്രിക്കും DGPക്ക് ലഭിച്ച പരാതിയെ തുടർന്നാണ് കേസെടുത്തത്. FIRന്റെ പകർപ്പ് ജനം TVക്ക്. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് കായംകുളം പുതുപ്പള്ളി പ്രയാറിൽ വയനാടിനായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. രജിസ്ട്രേഷൻ നടത്താതെ തണൽ എന്ന പേരിൽ തട്ടിപ്പ് സംഘടന രൂപീകരിച്ചായിരുന്നു വയനാടിന് ഒരു കൈത്താങ് എന്ന പേരിൽ ബിരിയാണി ചലഞ്ച് നടത്തിയത്. 100 രൂപ നിരക്കിൽ 1200 ബിരിയാണി കിറ്റുകളാണ് വിറ്റത്. എന്നാൽ ഈ പണം സർക്കാരിലേക്ക് നൽകിയില്ല. മുഖ്യമന്ത്രിക്കും DGPക്കും ലഭിച്ച പരാതിയെ തുടർന്ന് രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ തട്ടിപ്പ് നടന്നതായി സ്ഥിരീകരിച്ചു. തുടർന്നാണ് കായംകുളം പുതുപ്പള്ളിയിലെ 3 CPM നേതാക്കൾക്കെതിരെ കായംകുളം പോലീസ് കേസെടുത്തത്. CPM മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും കാപ്പ കേസിൽ പ്രതിയുമായിരുന്ന CB ശിവരാജൻ, DYFI പുതുപ്പള്ളി മേഖലാ പ്രസിഡന്റ് അമൽ രാജൻ, CPM തട്ടേക്കാട് ബ്രാഞ്ച് സെക്രട്ടറി അരുൺ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്.
ബിരിയാണി ചലഞ്ചിന്റെ നോട്ടീസ് CPM DYFI നേതാക്കൾ പലരും ഷെയർ ചെയ്യുകയും പിന്തുണ നൽകുകയും ചെയ്തിരുന്നു. ഗൂഗിൾ പേ വഴിയും പണം സമാഹരിച്ചു. പിരിച്ച പണം സർക്കാരിലേക്ക് നൽകാത്തത് CPM സമ്മേളനങ്ങളിലടക്കം ചർച്ചയായെങ്കിലും പാർട്ടി നേതൃത്വം കൃത്യമായ മറുപടി നൽകുകയോ നടപടിയെടുക്കുകയോ ചെയ്തിരുന്നില്ല. ജനം, ആലപ്പുഴ. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് സുപ്രീം കോടതി മാറ്റിവെച്ചു. സിദ്ദിഖിന്റെ അഭിഭാഷകന്റെ ആവശ്യം കണക്കിലെടുത്താണ് ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെച്ചത്. അടുത്തയാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും വരെ സിദ്ദിഖിന് നൽകിയ ഇടക്കാല ജാമ്യം തുടരാനും കോടതി നിർദ്ദേശിച്ചു. അതേസമയം സിദ്ദിഖ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് സംസ്ഥാന സർക്കാർ ഇന്നും കോടതിയിൽ ആവർത്തിച്ചു. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥരെതിരെ രൂക്ഷമായ ആരോപണമാണ് ഹർജിയായി സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. പണയമെടുത്ത വീട്ടിൽ നിന്നും ജപ്തിയെ തുടർന്ന് കുടിയിറക്കപ്പെട്ട് വൃദ്ധ ദമ്പതികളുടെ കുടുംബം. വീട് ജപ്തിയാണെന്ന് മറച്ചുവെച്ചാണ് വീട്ടുടമ പണയത്തിന് നൽകിയത്. എറണാകുളം വരാപ്പുഴ പൂനമ്മാവ് സ്വദേശി അയ്യപ്പനും ഭാര്യയും സഹോദരിയും അടങ്ങുന്ന കുടുംബമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. മകളെ കല്യാണം കഴിപ്പിച്ചയക്കാൻ വേണ്ടിയാണ് സഹകരണ ബാങ്കിൽ കൂനമ്മാവ് നെട്ടകശ്ശേരി വീട്ടിൽ അയ്യപ്പൻ സ്വന്തം വീടും പുരയിടവും പണയപ്പെടുത്തുന്നത്. പിന്നീട് അതേ ബാങ്കിൽ തന്നെ വസ്തു വിൽക്കുകയും കടബാധ്യത ഒഴിവാക്കിയതിനു ശേഷം ലഭിക്കുന്ന തുക കൊണ്ട് മറ്റൊരു വീട് പണയത്തിൽ വാങ്ങുകയും ചെയ്യുന്നത്. എന്നാൽ വീട് പണയത്തിന് നൽകിയ കൂനമ്മാവ് കണ്ണോത്ത് മാരാത്ത് വീട്ടിൽ കൃഷ്ണൻ ബാങ്ക് ജപ്തി ചെയ്യാനിരുന്ന വീടാണ് ഇവർക്ക് പണയത്തിന് നൽകിയത്. മരത്തൂർ മാരാര് വിജയൻ്റെ മകൻ കൃഷ്ണദാസ് എന്ന് പറയുന്നവൻ്റെ വീട്, ആ വീട് അവർ പകുതിക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അവന് ദേവസ്വം ബോർഡിൽ ഒരു ജോലിക്ക് വേണ്ടിയാണ് ഇപ്പം അത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മളെ വശപ്പെടുത്തിയാണ് കൊണ്ടുവന്നത്. പ്രവേശിച്ചതിന് ശേഷമാണ് 3 മാസം കഴിഞ്ഞപ്പോഴാണ് ബാങ്കിൽ നിന്ന് ടീം വരണം. ബാങ്ക് മാനേജരും അഡ്വക്കറ്റും ഒക്കെ കൂടി വന്നുകൊണ്ട് പറഞ്ഞ് ഇത് ജപ്തിയാണ്, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാതെ നിർത്തിയില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങില്ല, ഞങ്ങൾ എങ്ങനെ എഗ്രിമെൻ്റ് വെച്ചേക്കണേന്ന്, ആയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങില്ല എന്ന് പറഞ്ഞു. എഗ്രിമെൻ്റ് ആരായിട്ടാണെന്ന് ചോദിച്ചു. കൃഷ്ണദാസായിട്ടാണ്. കൃഷ്ണദാസ് അല്ല ഇതിൻ്റെ ഉടമ. കൃഷ്ണദാസ് 2015 ഇത് തൃപ്പൂണിത്തുറ റജിക്ക് കൈമാറ്റം ചെയ്ത് കൊടുത്തു. ഇത് ഇവിടുത്തെ അവൻ്റെ ചേട്ടനും അറിയാം, അമ്മക്കൊക്കെ അറിയാം. ഞങ്ങൾ 2 പ്രാവശ്യം ഇവിടെ നോട്ടീസ് ഒട്ടിച്ചിട്ടുള്ളതാണ്. ജപ്തി ചെയ്യാൻ വന്നപ്പോൾ ഇവിടെ തള്ള താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദിവസത്തെ അളവും കൂടി കൊടുത്താണ്. ഇതൊക്കെ അവർക്ക് അറിയാവുന്നതാണല്ലോ. DSPക്ക് നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്, വരാപ്പുഴ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ കൊടുത്ത പണം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും വസൂലാക്കി തരണമെന്നാണ്. കയ്യിലിരുന്നതും കടം വാങ്ങിയതുമായ പണം കൊണ്ട് പണയത്തിനെടുത്ത വീട് ബാങ്ക് ജപ്തി ചെയ്യാൻ പോവുകയാണ്. ഇനി എന്തു വേണമെന്നറിയാത്ത അവസ്ഥയിലാണ് അയ്യപ്പനും ഭാര്യ ശോഭയും സഹോദരി ആനന്ദവും മകൾ രേഖയും. എൻ്റെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയാണ് അച്ഛൻ ഇപ്പോൾ ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിരിക്കുന്നത്. ഈ കൃഷ്ണദാസ് എന്ന് പറഞ്ഞ ആള് ഞങ്ങളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ വഞ്ചിച്ചേക്കണേണ്. ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അമ്മായിക്കും താമസിക്കാൻ ഒരു വീടില്ല. ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ ശരിക്കും പറഞ്ഞാൽ റോഡാണ് ശരണം. എവിടെ പോകണം, എന്ത് ചെയ്യണമെന്നും ശരിക്കും പറഞ്ഞാൽ അറിയില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു നീതി ഞങ്ങൾക്ക് ലഭിക്കണം, അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. തുക തിരികെ ലഭിക്കുന്നതിലേക്കായി ഇടപെടലുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട പോലീസിനടക്കം പരാതി നൽകി കാത്തിരിക്കുകയാണ് അയ്യപ്പനും കുടുംബവും. അഖിൽ പലോട്ടുമഠം, ജനം, കൊച്ചി. കൊല്ലമഞ്ചേരിയിൽ SFI ASF സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ASF മണ്ഡലം സെക്രട്ടറി ശിവപ്രസാദിനെ SFI പ്രവർത്തകർ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. ഇരുകൂട്ടരുടെയും പരാതികളിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. SFI പ്രവർത്തകർക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തിയെന്ന് ASF ആരോപിച്ചു. അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു സംഘർഷം. കഴിഞ്ഞ 4-നാണ് സംഘർഷമുണ്ടായത്. വയനാട്ടിൽ കൂടുതൽ ഇടങ്ങളിൽ അവകാശവാദം ഉന്നയിക്കാനൊരുങ്ങി വഖഫ് ബോർഡ്. വയനാട്ടിലെയും കോഴിക്കോട്ടെയും വിവിധ പ്രദേശങ്ങളാണ് വഖഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്.
ലിസ്റ്റ് ജനം ടിവിക്ക് ലഭിച്ചു. അതേസമയം മാനന്തവാടി തലപ്പുഴയിൽ വഖഫ് നോട്ടീസ് നൽകിയ ഭൂമി ഇന്ത്യ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് സന്ദർശിച്ചു. വയനാട്ടിൽ കൂടുതൽ സ്ഥലങ്ങൾ വഖഫിന്റേതാണെന്ന് കാണിക്കുന്ന ലിസ്റ്റാണ് ജനം ടിവി പുറത്തുവിട്ടത്. വയനാട്ടിലെ പകുതിയോളം സ്ഥലങ്ങൾ വഖഫിന്റേതാണെന്ന് ലിസ്റ്റിൽ പറയുന്നു. വൈത്തിരി, മുട്ടിൽ, പടിഞ്ഞാറത്തറ തുടങ്ങി നിരവധി പ്രദേശങ്ങളാണ് വഖഫ് അധിനിവേശത്തിലുള്ളത്. എന്നാൽ വഖഫ് അധിനിവേശം അനുവദിക്കില്ലെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ജനം ടിവിയോട് പറഞ്ഞു. വഖഫ് ബോർഡിൽ നിയമ ഭേദഗതിക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ വരികയാണ്. ഈ നടപ്പ് പാർലമെന്റ് സമ്മേളനത്തിൽ ആ ഭേദഗതിയോടുകൂടി പുതിയ ബില്ല് വരുമെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. ആ പുതിയ ഭേദഗതി വരുന്നതിന് മുമ്പേ കിട്ടിയ സന്ദർഭം കൊണ്ട് പാവപ്പെട്ടവന്റെ ഭൂമി കൈക്കലാക്കാനുള്ള നിഗൂഢമായിട്ടുള്ള പരിശ്രമമാണ് നടക്കുന്നത്. ആ പരിശ്രമത്തിന് സംസ്ഥാന സർക്കാർ കൂട്ടുനിൽക്കാൻ സാധിക്കില്ല. അടിയന്തരമായി മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് വഖഫ് ബോർഡിനെ കൊണ്ട് നോട്ടീസ് പിൻവലിപ്പിക്കണം. ഈ പാവപ്പെട്ടവരുടെ കൂടെ BJP ഉണ്ടാകും. ഈ രാജ്യത്തിലെ എല്ലാ ജനാധിപത്യ കക്ഷികളും ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നിയമവിരുദ്ധമായി ഇവരെ കുടിയിറക്കാൻ ഒരു കാരണവശാലും അനുവദിക്കാൻ വേണ്ടി പോകുന്നില്ല. വയനാട്ടിലെ ആരാധനാലയങ്ങൾ, ഗ്രാമങ്ങൾ, നഗരങ്ങൾ അടക്കം ഉൾപ്പെടുന്നതാണ് ലിസ്റ്റ്. കോഴിക്കോട്, തിരുവമ്പാടി അടക്കമുള്ള പ്രദേശങ്ങളും ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. അതേസമയം വഖഫ് നോട്ടീസ് വന്ന മാനന്തവാടി തലപ്പുഴയിൽ NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് സന്ദർശനം നടത്തി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് മലവയൽ, യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ ശരത് തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം സ്ഥലം സന്ദർശിച്ചു. ഒരു കാരണവശാലും ഭൂമി വിട്ട് പോകില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ഭൂമി താമസിക്കുന്ന സ്ഥലത്തോട് ചേർന്നിട്ട് 12.25 സെൻറ്റ് സ്ഥലം 1998 വാങ്ങിയതാണ്. കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ആളുടെ ആലങ്ങട്ടി കൃഷ്ണൻകുട്ടീൻ്റെ അടുത്ത് നിന്ന് അത് വാങ്ങി. അത് പിന്നെ മണ്ണിട്ട് നിർത്തിയൊരു വയലായിരുന്നു. ഞാൻ പിന്നെ കരഭൂമി വരെ ആക്കിയെടുത്താണ്. ഇപ്പോഴാണ് നോട്ടീസ് വരുന്നത് അത് വഖഫ് ഭൂമി കയ്യേറിയതാണെന്ന് പറഞ്ഞു. അതൊരു മാനസികമായിട്ട് വലിയ വിഷമമുണ്ടാക്കി. കാരണം നമ്മൾ പൈസ കൊടുത്ത് അവരെ നേരിട്ട് വാങ്ങിയതാണ്, എൻ്റെ ഉടമ ഏൽപ്പിച്ചു തന്ന ഭൂമിയാണ്. അപ്പോൾ അത് 16/11 മറുപടി തരണം. 19 ഓൺലി മീറ്റിൽ പങ്കെടുക്കും വേണം. പൈസ കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ്. കെട്ടിപ്പിടിച്ചതോ കയ്യേറി പിടിച്ചതൊന്നും അല്ല. അതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് വാങ്ങിച്ച ഭൂമിയാണ്. ഇപ്പോൾ 2-3 വർഷമായിട്ടുള്ള വീട് കെട്ടിയിട്ട് അതുവരെ ഈ പാടിയിലായിരുന്നു താമസം. ലോണുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വാങ്ങിച്ചുണ്ടാക്കിയ ഭൂമിയാണ്. വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഈ പിന്നെ ഒരു വിഭാഗത്തിന് മാത്രമോ ഇവിടെ ഒരു സംരക്ഷണം കൊടുക്കുക, ബാക്കിയുള്ളവരെ പുറന്തള്ളുക, ബാക്കിയുള്ളവരെ താമസിക്കുന്നവരെ കുടിയോടൊപ്പിൽ നിന്നും പുറത്താക്കുക എന്നുള്ള നയങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വേറെ സംശയിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇപ്പോൾ ഇതിൽ BJPൻ്റെയും ജനം ടിവിൻ്റെയാണ് കൂടുതലായിട്ട് ആൾക്കാർ വന്നിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മളെ സംരക്ഷിക്കും എന്നുള്ള ഉറപ്പ് നമുക്ക് ഉള്ളത്. തലപ്പുഴയിൽ വഖഫ് നോട്ടീസ് വന്നതിനിടയ്ക്കാണ് വഖഫ് സ്ഥലങ്ങളുടെ ലിസ്റ്റും പുറത്തു വന്നത്. ഇത് നാളെ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് LDF UDF ക്യാമ്പുകൾ. ജനം, വയനാട്. സംസ്ഥാന വഖഫ് ബോർഡിന് തിരിച്ചടി. വഖഫ് ഭൂമി അനധികൃതമായി കൈവശം വെച്ചതിന് കോഴിക്കോട്ടെ പോസ്റ്റൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ എടുത്ത ക്രിമിനൽ കേസ് ഹൈക്കോടതി റദ്ദാക്കി. വഖഫ് ഭൂമി കൈവശം വയ്ക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന 2013 നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വഖഫ് ഭൂമി അനധികൃതമായി കൈവശം വെച്ചുവെന്നതിന്റെ പേരിൽ കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ 2017 2 തപാൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നിലനിന്നിരുന്ന ക്രിമിനൽ കേസ് റദ്ദാക്കിയാണ് ഹൈക്കോടതിയുടെ സുപ്രധാന ഉത്തരവ്. കാലിക്കറ്റ് പോസ്റ്റൽ ഡിവിഷൻ സീനിയർ സൂപ്രണ്ട്, മാരിക്കുന്ന് സബ് പോസ്റ്റ് മാസ്റ്റർ എന്നിവർക്കെതിരായ കേസാണ് സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത്. 1999 കാലഘട്ടം മുതൽ മാരിക്കുന്ന് പോസ്റ്റ് ഓഫീസ് JDT ഇസ്ലാം ഓർഫണേജ് കമ്മിറ്റിയുടെ വസ്തുവിന്മേൽ പാട്ടക്കരാർ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്നു. 2014 വരെ തപാൽ വകുപ്പ് ഓർഫണേജ് കമ്മിറ്റി ഭാരവാഹിക്ക് വാടകയും നൽകിയിരുന്നതാണ്. അതിനിടെ പാട്ടക്കരാർ അവസാനിപ്പിച്ചതായും ഭൂമി വിട്ടുകിട്ടണമെന്നും ആവശ്യപ്പെട്ട് ഓർഫണേജ് കമ്മിറ്റി തപാൽ വകുപ്പിന് വക്കീൽ നോട്ടീസ് അയച്ചു. പിന്നീട് ഭൂമിയുടെ അവകാശികളെന്ന് പറയുന്നവർ വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു. വഖഫ് ഭൂമി തപാൽ വകുപ്പ് കൈവശം വെച്ചെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജിയിൽ തപാൽ വകുപ്പ് ബന്ധപ്പെട്ട സ്ഥലം 45 ദിവസത്തിനുള്ളിൽ വിട്ടുകൊടുക്കണമെന്നായിരുന്നു വഖഫ് ട്രൈബ്യൂണൽ ഉത്തരവ്.
അതേസമയം തന്നെ വഖഫ് ബോർഡ് 2013 വഖഫ് നിയമ ഭേദഗതി ചൂണ്ടിക്കാട്ടി കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. കോഴിക്കോട്ടെ കോടതി വഖഫ് ഭൂമി അനധികൃതമായി കൈവശം വെച്ചതിന് മാരിക്കുന്ന് പോസ്റ്റ് മാസ്റ്റർ, കാലിക്കറ്റ് ഡിവിഷൻ പോസ്റ്റൽ സൂപ്രണ്ട് എന്നിവർക്കെതിരെ ക്രിമിനൽ നടപടികളും സ്വീകരിച്ചു. 2013 വഖഫ് നിയമ ഭേദഗതിയിലെ 52A വകുപ്പ് പ്രകാരം വഖഫ് ബോർഡിന്റെ അനുമതി കൂടാതെ ഭൂമി കൈവശം വെച്ചാൽ 2 വർഷം വരെ തടവ് ലഭിച്ചേക്കാവുന്ന കുറ്റമാണ്. എന്നാൽ ഇവിടെ ഹർജിക്കാരായ തപാൽ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ കരാർ വ്യവസ്ഥകൾ 2013 വഖഫ് നിയമ ഭേദഗതിക്ക് മുന്നേ ഉണ്ടാക്കിയതാണെന്നും അതിനാൽ വകുപ്പ് 52A മുൻകാല പ്രാബല്യമില്ലെന്നും ഹൈക്കോടതി കണ്ടെത്തി. സമാനമായ കേസുകളിൽ സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകളും ഹൈക്കോടതി വിധിക്ക് ആധാരമായി. ജനം, കൊച്ചി. അരുതാത്തൊരു നടമാടുമ്പോൾ അറിയേണ്ടവരെ അറിയിക്കാൻ, അനീതിക്കെതിരായ ശബ്ദമാകാൻ കാക്കി എല്ലാ ദിവസവും രാത്രി 10:30 സൈനിങ് ഓഫ്.